കനത്ത മഴയെ തുടർന്ന് കടലാക്രമണം നേരിടുന്ന വലിയപറമ്പിലെ വിവിധ പ്രദേശങ്ങൾ സന്ദീപ് വാര്യർ MLA സന്ദർശിച്ചു. മാവില, കടപ്പുറം, ഒരിയര ഉൾപ്പെടെ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തി. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ നാട്ടുകാരുമായി MLA പങ്കുവച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്ന കാര്യവും സന്ദീപ് വാര്യർ പറഞ്ഞു. കടലോരത്തെ മാവില, കടപ്പുറം, ഒരിയര അംബേദ്കർ ഗ്രാമം, ഒരിയര വിഷ്ണുമൂർത്തി ക്ഷേത്രം, ഫുട്ബോൾ മൈതാനം എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കടലിനെ പ്രതിരോധിക്കാനുള്ള ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തീരദേശവാസികളുമായി പങ്കുവച്ച MLA പദ്ധതി നടപ്പാക്കാൻ പഠനം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷറ, സെക്രട്ടറി ജിമ്മി ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തദ്ദേശ ജനപ്രതിനിധികളും MLA-ക്കൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ അത് ഒരു സീസണായിട്ടാണ് വർക്ക് അവാർഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സീസണിൽ വലിയപറമ്പ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആദ്യത്തെ സീസൺ ഈ വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ തന്നെ വലിയപറമ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് വെച്ചപ്പോൾ അത് കഴിയാത്ത രീതിയിൽ ഫയലുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സീസൺ അവാർഡ് ചെയ്താൽ ഉടൻ തന്നെ രണ്ടാമത്തെ സീസണിൻ്റെ പ്രവർത്തനം തുടങ്ങാമെന്നും അതിൽ വലിയപറമ്പിനെ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹത്തിന് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ, കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ സീസൺ ആദ്യം തന്നെ വലിയപറമ്പിനെ ഉൾപ്പെടുത്താമെന്നും മിഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിട്ടും ടെട്രോപാഡ് എന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലും ആശയമുള്ളത്. പക്ഷേ ഞാൻ അതിലപ്പുറം പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരാണ്, പൊതുപ്രവർത്തകരാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രീയമായ അറിവുള്ള ആളുകൾ ഇത് പഠിച്ച് എന്താണോ ശാശ്വതമായിട്ടുള്ള പരിഹാരമെന്ന് കണ്ടെത്തി ആ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.